ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾക്കൊപ്പം തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്തിയുടെ വീഡിയോ 100K ആയി കേട്ടോ. 100K കഴിഞ്ഞു. അപ്പോൾ കുറേ നെഗറ്റീവ് കമൻ്റ് ഒക്കെ അതിനകത്ത് വന്നെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേരെ. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ നെഗറ്റീവ് ഒക്കെ ഞാനങ്ങ് മാറ്റി വെച്ച് പോസിറ്റീവ് മാത്രമായിട്ട് ചിന്തിക്കുന്നുള്ളൂ. ഒത്തിരി പേര് നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് പറയാം. അപ്പം അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് വെളുപ്പിനായിട്ട് വീഡിയോസ് 4 മണിയായപ്പോൾ തൊട്ട് പരിപാടി എല്ലാം തുടങ്ങി. ചോറും കറിയും എല്ലാം വെന്തു. 6 മണിയായപ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പം ചേട്ടൻ ഇന്ന് രാവിലെ ഓട്ടം ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ എന്ന് പറഞ്ഞാൽ പൊതുവെ പുറത്തുനിന്നുള്ള ഫുഡ് കഴിപ്പ് കുറവാണ്. പുറത്തുനിന്നുള്ള ഫുഡ് കഴിപ്പ് പറഞ്ഞാൽ രാവിലത്തെ കാപ്പി എന്നൊക്കെ കുഴപ്പമില്ല, അതൊക്കെ ഓക്കെ. പക്ഷെ ഉച്ചയ്ക്കത്തെ ഊണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഈ പോകുന്നൊരു ഹോസ്പിറ്റൽ കേസാണ്. അപ്പോൾ അവിടെ പോയാൽ രാവിലെ പോലെ വൈകിട്ട് അവരെ കൊണ്ട് തിരിച്ചു വരാൻ നടക്കത്തുള്ളൂ. അപ്പം അവിടുത്തെ അടുത്തുള്ള ഹോട്ടലിലെ ഊണെന്നൊക്കെ പറഞ്ഞാൽ എന്നോട് പറയുന്നത് ഒരു പ്രാവശ്യം കണ്ട് ഇവിടുന്ന് ചോറ് മേടിച്ചിട്ടുള്ളൂ. മീനൊക്കെ തലയൊന്നും കളയാതെ അതുപോലെ തന്നെ വറുത്ത് ഹോട്ടലിലൊക്കെ രീതിയല്ലേ, അങ്ങനെയൊക്കെ കൊടുക്കത്തല്ലേ ഉള്ളവർ. അപ്പം അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ട് എനിക്ക് മീൻ മാത്രം മതി ചോറിനായിട്ട്, വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, മീൻ വേണമെന്ന് നിർബന്ധമുണ്ട് ചേട്ടന്. അപ്പോൾ എന്നോട് പറഞ്ഞു കഴിക്കാൻ തോന്നിയില്ല, അത് കണ്ടപ്പോൾ തന്നെ ഓക്കാനും വന്ന് കഴിച്ചില്ലെന്നാണ്. അതുപോലെ പന്നരായിട്ട് തലയെല്ലാം വെച്ച് തന്നെ ഇടിയത് അവർ വറുത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോറുമ്പതി കെട്ടിക്കൊടുത്ത് വിടാറുണ്ട് കേട്ടോ. ചില സമയത്ത് വെളുപ്പിനെയൊക്കെ പോകുന്ന സമയത്ത് 5 മണിക്കൊക്കെ പോകുമ്പോൾ എന്നോട് പറയും വേണ്ട നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് കൊണ്ടുപോകത്തില്ല, എന്നെ കൂടി ചെയ്യിപ്പിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ 3 നേരം പൊറോട്ടയാണ് കഴിക്കുന്നത്. അവിടെ രാവിലെ ഇരിക്കും, രാത്രിയാവും ഇവിടെ എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ് 6 മണിയാകുമ്പോഴത്തേക്ക് പോയാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞത് ഇന്ന് ചോറ് തന്നുവിടാമെന്ന് പറഞ്ഞ് ഇലക്കകത്ത് ചോറൊക്കെ പൊതിഞ്ഞ് കെട്ടിക്കൊടുത്ത്. അപ്പോൾ ഈ പൊതിച്ചോറെന്ന് പറയുമ്പോഴത്തേക്കും കണ്ടല്ലോ, നമ്മൾ ഒരുപാട് കറിയൊന്നും ഇല്ലാതെ കുറച്ച് കറിയിലാണ് ചോറ് കെട്ടുന്നതാണ് രുചി. ഒത്തിരി കറിയൊക്കെ വലിച്ചുവരി കെട്ടിയാൽ അതിന് ടേസ്റ്റ് ഇടത്തില്ല. കുറച്ച് കറി, നമ്മുടെ ചമ്മന്തി, തോരനും, മെഴുക്ക് വരട്ടി, പിന്നെ ഒരു മീൻ വറുത്തം ഉണ്ടെങ്കിൽ വേണ്ടത്, അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത്, ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇന്ന് ഞാൻ പൊതിച്ചോറ് കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊതിച്ചോറ്. അപ്പം അങ്ങനെ എല്ലാവർക്കും പൊതിച്ചോറൊക്കെ ആയിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം പൊതിച്ചോറിൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതേ പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് വെക്കും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ നിൽക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ, എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിലെ വിശേഷങ്ങളും ബ്യൂട്ടി ടിപ്സും എല്ലാം കൂടെ ചേർന്നൊരു വീഡിയോസായിട്ട്, ഒരു വെറൈറ്റി വീഡിയോസ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി വീഡിയോയിലൂടെ കാണാമേ. രാവിലെ തന്നെ സൗണ്ട് പണ്ടായിരിക്കുന്നത്. രാവിലെ തന്നെ നമ്മുടെ കുക്കിംഗ് ഒക്കെ തുടങ്ങുവാണ്. ഇന്നും നേരത്തെ എണീറ്റ് എന്നാന്ന് വെച്ചാൽ ഇന്ന് ചോറ് കൊടുത്തു വിടണം. അത് ഞാൻ പറഞ്ഞല്ലോ, ആർക്കാണെന്നും എന്നാണെന്നും ഒക്കെ. പയറ് തോരൻ വെക്കാനായിട്ട് പയറും പച്ചമുളകും മാത്രമാണ് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു ശകലം വെള്ളവും കൂടെ ചേർത്തത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. സവോള ചേർക്കത്തില്ല കേട്ടോ. പയറ് തോരൻ വെക്കുന്നതിന് സവോള ചേർക്കാതെ ഒന്ന് തോരൻ വെച്ച് വെക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ വേറൊരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ സവോള ചേർക്കുകയില്ല. പിന്നെ ചമ്മന്തി അരയ്ക്കാനായിട്ടുള്ളത് മുളകൊക്കെ ഗ്യാസ് വെച്ചതിന് ചുട്ടെടുത്ത കേട്ടോ. ചുട്ടെടുത്ത് ഇനി ബാക്കി ഇഞ്ചിയും ഉള്ളിയും പുളിയും ഒക്കെ അതിൻ്റെ കൂടെ ചേർക്കണം. ഇപ്പോൾ പയർ വെച്ച് ചെതറിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ചമ്മന്തിക്കുള്ളതൊക്കെ എടുത്തു കേട്ടോ. പുളി, ഇഞ്ചി, പിന്നെ ചുവന്നുള്ളി, മുളക് ചുട്ടത്, ഉപ്പും കൂടെ ചേർത്ത് ഇനി ഇത് ഞാൻ കല്ലിൽ അരച്ചുകൊണ്ട് വരട്ടെ. ഇവിടെ കൂടുതലും ചമ്മന്തിയൊക്കെ കല്ലിലാണ് അരയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ പൊതിച്ചോറിനൊക്കെ കെട്ടേണ്ടി കൂടെ വന്നാൽ, കാര്യം മിക്സിയിൽ അരയ്ക്കുന്നത് ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. നേരത്തെ അമ്മയുള്ള സമയം തൊട്ടേ കല്ലിലാണ് ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നത്. ബാക്കി കറിയും കാര്യങ്ങളൊക്കെ മിക്സിയിൽ അരയ്ക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ചമ്മന്തി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ദോശയ്ക്കൊക്കെ ഉള്ള ചമ്മന്തിയൊക്കെ മിക്സിയിൽ അരയ്ക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ ഇങ്ങനെ ചോറിനൊക്കെ കൂട്ടാനുള്ള ചമ്മന്തിയൊക്കെ കല്ലിൽ അരയ്ക്കുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ എനിക്കും അത് തന്നെയാണ് കേട്ടോ ഇഷ്ടം, കല്ലിൽ അരയ്ക്കുന്നതാണ് ഇഷ്ടം. നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അതിന് നല്ല രുചിയായിട്ട് കഴിക്കാമല്ലോ. നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് വെച്ചിട്ട് നല്ല രുചിയായിട്ട്, പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്.
എന്നാ ഈ മിക്സിയൊക്കെ ഉണ്ടായത് എന്നൊക്കെ ഇപ്പോൾ കമൻറ്റ് വരും. നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്നതിന് മുമ്പേ ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞേക്കാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമല്ലേ, അതുകൊണ്ടാണ് നെഗറ്റീവ് കമൻറ്റ് ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അപ്പം മുളകും എല്ലാം കൂടെ നല്ലപോലെ നരച്ച് ചമ്മന്തിയൊക്കെ അരച്ചെടുത്ത്, പക്ഷേ വെട്ടം കുറവായിപ്പോയി കേട്ടോ. ഇപ്പുറത്തെ സൈഡിലാണ് ബൾബിട്ടേക്കുന്നത്, അവിടെ വെട്ടം കുറവാണ്, അതുകൊണ്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണത്തില്ല. പിന്നെ ഇത്ര സ്പീഡിലൊന്നും കേട്ടോ ഞാൻ അരയ്ക്കുന്നത്, ഇത് ഞാൻ ഓടിച്ചു വിട്ടേക്കല്ല. ഇനി അങ്ങനെ ഒരു കമൻറ്റ് വരല്ലേ, ഇത്ര സ്പീഡിലാണോ അരയ്ക്കുന്നത്, ഇങ്ങനെയാണ് അരയ്ക്കുന്നത്, അങ്ങനെയൊന്നുമല്ല, സാവകാശം എല്ലാവരും ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്നു വെച്ചാൽ ചിലർക്കൊക്കെ ഈ അരകല്ല് അരയ്ക്കുന്നതൊക്കെ കാണാനും ആ അരകല്ലിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കേൾക്കാനും ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് ആ അരകല്ല് അരയ്ക്കുന്നതും പിന്നെ കറിച്ചട്ടിക്കകത്ത് വെക്കുന്ന അടുപ്പിൽ തീ കത്തിക്കുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ എന്നെപ്പോലെ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞു കേട്ടോ. അരച്ച് കഴിഞ്ഞ് ചിലർ ചമ്മന്തിയൊക്കെ അരച്ച് ആ കല്ലേ തന്നെ ഇച്ചിരി ചൂട് ചോറിട്ടൊക്കെ എടുക്കും. ഈ വെളുപ്പം കാലത്ത് അതിനുള്ള സമയമൊന്നുമില്ല. പിന്നെ തന്നെയല്ല, രാവിലെ ഇവിടെ ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ ചൂട് ചോറിട്ട് ഇളക്കി അങ്ങനെ കൊടുക്കുന്നൊന്നും ഇവർക്കൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എടുക്കത്തില്ല. പിന്നെ കല്ല് കഴുകുകയാണെങ്കിലും അങ്ങനെ വെള്ളം എടുക്കത്തില്ല, അരച്ച് അത് മാത്രം ഇങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ചിലർ അതിൻ്റെ കല്ലൊക്കെ കഴുകി വെള്ളം എടുക്കും. പിന്നെ എന്നാണെങ്കിലും നമ്മൾ അരകല്ലിൽ എന്നതേലും അരച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ അരകല്ല് കഴുകിയിടണമെന്നാണ് എൻ്റെ വല്യമ്മച്ചിയൊക്കെ തൊട്ട് പറഞ്ഞിട്ടുള്ളത്. അത് എത്ര നമ്മൾ ധൃതി വെച്ച് ജോലി ചെയ്യുവാണെങ്കിലും ഉണ്ടല്ലോ, കല്ലൊക്കെ ഒന്ന് കഴുകിയിട്ടേച്ച് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കല്ലെല്ലാം ഒന്ന് കഴുകിയിട്ട് കേട്ടോ. അവിടെ അന്നേരം ചെറിയൊരു വെട്ടം ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ കൈ വെക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ആ വെട്ടം കിട്ടത്തില്ല. അത് കഴിയുമ്പോഴത്തേക്കാണ് ചെറിയൊരു വെട്ടം ഇപ്പുറത്തോട്ട്. അത് ആ അവിടെ ഒരു പാത്രം ഇരിപ്പുണ്ട്, ആ പാത്രത്തിലും കൂടെ വെട്ടം അടിച്ചിട്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. പയറിനുള്ളത് ഞാൻ കല്ലേ തന്നെ അങ്ങ് ചതച്ചേ. എന്നാന്ന് പറഞ്ഞാൽ ഈ കല്ലയിലൊക്കെ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക രുചിയാണ്. വെളുത്തുള്ളിയും തേങ്ങയും മഞ്ഞളും മാത്രമാണ് പയറിന് ഞാൻ ചേർക്കുന്നത്. പയർ റെഡിയായി, ചമ്മന്തി റെഡിയായി, മീൻ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു മെഴുക്ക് വരട്ടിയും കൂടെ വെക്കണം. ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാനായിട്ട് ആദ്യമേ ഉരുളൻകിഴങ്ങ് ഉപ്പും എല്ലാം കൂടെ ചേർത്ത് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് ഇച്ചിരി ഒന്ന് പാടിയതിന് ശേഷമേ ഞാനതിട്ട് പച്ചമുളകും സവോളയും കൂടെ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ വേവിച്ചല്ല കേട്ടോ, ഈ വേവിക്കുന്ന വെച്ചാൽ എണ്ണയിലിട്ട് വേവിച്ചെടുക്കത്തേ ഉള്ളൂ, അല്ലാതെ വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കത്തില്ല. എണ്ണയിലിട്ട് തന്നെ ഞാൻ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് വേവിക്കത്തുള്ളൂ. ഇതിനി ഇവിടെ കിടന്ന് പതിയെ വഴന്ന് വെന്ത് കിട്ടും. ഉരുളൻകിഴങ്ങ് നല്ലപോലെ എണ്ണയിലിട്ട് വഴറ്റി വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയോ മുളക് പൊടിച്ചതോ ഒക്കെ ചേർത്താലും നല്ല കേട്ടോ. എനിക്ക് മുളക് പൊടി ഉള്ളത് കൊണ്ട് മുളക് പൊടി ചേർക്കുന്നു. മുളക് ചതച്ച് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയുടെ പരിപാടി. അതെല്ലാം കഴിഞ്ഞ് തിരക്കായി കഴിയുമ്പോഴത്തേക്ക് ചോറ് കിട്ടുന്നതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, ചേട്ടന് കൊടുത്തു വിടുന്നതിൻ്റെ കാര്യം ഭയങ്കര തിരക്കായിപ്പോയി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ എണീറ്റ് വന്നു, അവർക്ക് കഴിക്കാനുള്ളൊക്കെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണേ. അപ്പോൾ രാവിലെ ചേട്ടൻ പോയതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയില്ല. അതിനെ പറഞ്ഞാൽ അത് പിന്നെ പുറത്ത് നല്ല കഴിച്ചോളൂ, എനിക്ക് സമാധാനമുള്ള കാര്യമാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ആയിട്ടെന്ന് വല്ലതും കഴിക്കാണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നൂഡിൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. നൂഡിൽസ് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നൂഡിൽസ് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളത്തിലേക്ക് ഇട്ട് നല്ലപോലെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുത്ത് അത് ഒത്തിരി നേരം ഒന്നിട്ട് വേവിക്കത്തില്ല കേട്ടോ, ഒരു കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ കോരി എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി നേരം ഇട്ടങ്ങ് വെള്ളം പറ്റിച്ചൊക്കെ എടുക്കുമ്പോഴല്ലോ വല്ലാതെ അങ്ങ് വെന്ത് കുഴഞ്ഞു. ഇവർക്ക് അങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ട മസാലയൊക്കെ റെഡിയാക്കുന്നതിനാണ് ഞാൻ വെജിറ്റബിളൊക്കെ ചേർത്താണ് ചെയ്യുന്നത്. അപ്പം ബീൻസും ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കുമാണ് ഞാൻ ചേർക്കുന്നതിനകത്ത്. അപ്പോൾ അതെല്ലാം ഞാൻ നീളത്തിലാണ് അരിയുന്നത്. നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് നല്ല അത് കാണാനും ഒരു ഭംഗിയുണ്ട്. പിള്ളേർ കഴിക്കുകയും ചെയ്തു. നൂഡിൽസിൻ്റെ കൂടെ നീളത്തിൽ അത് നമ്മൾ എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു വലുപ്പമൊക്കെ കുറച്ച് ചെറുതായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് മുട്ടയാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ, ചിക്കൻ ചേർക്കുന്നില്ല. ചിക്കൻ ഇരിപ്പില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഉണ്ടെങ്കിൽ ചിക്കൻ ചേർത്താണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഈ ചിക്കനില്ലാത്തതിന് മുട്ട മാത്രം അവർക്ക് ഇങ്ങനെയെല്ലാം ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് വഴറ്റി മുട്ടയും കൂടെ അതിനകത്തൊന്ന് ചിക്കി എടുത്തതിന് ശേഷം ഞാൻ അതിന് നൂഡിൽസ് അങ്ങോട്ട് അതിനകത്തേക്ക് കുടഞ്ഞിട്ടതിന് ശേഷം അതിൻ്റെ മസാലയാണ് ചേർക്കുന്നത്. അതിൻ്റെ മസാല 4 പാക്കറ്റ് ഉണ്ട്. ആ 4 പാക്കറ്റ് ഞാൻ ഇതിനകത്ത് ഇടും കേട്ടോ. ഇവർക്ക് ഇതിൻ്റെ മസാലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. ഇതിനകത്ത് ഇവർക്ക് യപ്പിയുടെ ഭയങ്കര ഇഷ്ടമാണ്. അതേസമയം ഈ മാഗിയുടെ അവർക്ക് വലിയ ഇഷ്ടമില്ല. അതിൻ്റെ മസാലയ്ക്ക് വേറെ ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമില്ല. ഇതിനകത്ത് കൂടുതലും മുളകും പിന്നെ ഈ ക്യാരറ്റ് ബീൻസ് ഇതൊക്കെ ചേർന്നാണ് വരുന്നത്. അപ്പോൾ ആ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് കെമിക്കലൊന്നും അതിനകത്ത് ചേരുന്നില്ല കേട്ടോ. അങ്ങനെ നൂഡിൽസൊക്കെ റെഡിയാക്കി അത് കഴിക്കാനൊക്കെ കണ്ണനൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാനത് കണ്ണനുള്ള ചോറ് കെട്ടാണ്ടുള്ള ഇലയൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇലയ്ക്ക് അതൊക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും ഒരു എളുപ്പമുണ്ട്. നമുക്ക് ഇലയെല്ലാം വെട്ടി വെച്ചേക്കുമായിരുന്നു. അതിനകത്തോട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് എല്ലാം ഒന്ന് എടുത്താൽ മതി. പാത്രത്തിൽ എടുക്കുന്നതിനേക്കാൾ എളുപ്പം എനിക്ക് ഇലയ്ക്കകത്ത് ചോറ് കെട്ടി കൊടുത്തു വിടുന്നതാണ് ഇഷ്ടം കേട്ടോ.
അപ്പോൾ എളുപ്പം എനിക്കത് തന്നെയാണ്. അപ്പോൾ അതിനകത്തൊരു കണ്ണന് തോരനും മീൻ വറുത്തതും ചമ്മന്തിയും മാത്രം മതി എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും ഓരോരോ ടേസ്റ്റാണ്. എല്ലാവർക്കും തന്നെ ഈ പിള്ളേർക്ക് 2 പേർക്കും ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരാൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ വീട്ടമ്മമാർക്കും അറിയാം. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന അടുത്തയാൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് അറിയാം. പിന്നെ അച്ചുവിനാണെങ്കിൽ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി മീൻ വറുത്തത് മാത്രം കൂട്ടി മതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കിട്ടി കഴിയുമ്പോഴത്തേക്കും ഞാനും പിന്നെ ഒരു പൊതിച്ചോറും കെട്ടി വെച്ചു കേട്ടോ. അപ്പോൾ അതിനകത്തൊരു ചമ്മന്തിയും തോരനും എല്ലാം വെച്ച് ഞാനും ഒരു സെപ്പറേറ്റ് ഇലയിലോട്ടൊക്കെ ആക്കി. അതിനൊരു പ്രത്യേക രുചിയല്ലേ, പൊതിച്ചോറെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പൊതിച്ചോറ് കെട്ടി വെക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പൊതിച്ചോറ് എല്ലാം ഒന്ന് കെട്ടി എല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ രാവിലത്തെ അടുക്കളയിലെ പണി മുഴുവൻ തീർന്നു കേട്ടോ. ഇനി ഒരു പണിയില്ല അടുക്കളയിൽ എനിക്ക്. ഇനി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ പണിയില്ലെന്നല്ല, വേറെ പണി ഇഷ്ടം പോലുണ്ട്. അപ്പം പൊതിച്ചോറ് കൂടെ കെട്ടി വെച്ച് ഇനി എനിക്കൊന്ന് കുളിക്കണം, അത്രയും കൂടി ഉള്ളൂ രാവിലത്തെ പണിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇനി എല്ലാം അടച്ചെല്ലാം വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇനി ഉച്ചയ്ക്ക് പൊതിച്ചോറ്, ഇത് ഉച്ചയ്ക്കത്തെ പൊതിച്ചോറ് കഴിക്കുന്നതാണേ. അപ്പോൾ കുറേ തുണികളൊക്കെ മടക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തുണികളെല്ലാം മടക്കി പിന്നെ പെരക്കായെല്ലാം തൂത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് സ്വസ്ഥമായിട്ട് പിന്നെ കുറച്ച് നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ടു. പിന്നെ ഫോണിൽ കുറേ വീഡിയോസൊക്കെ കാണാനുണ്ടായിരുന്നു, അതൊക്കെ ഇരുന്ന് കണ്ട് അങ്ങനെ എല്ലാം സ്വസ്ഥമായിട്ടിരുന്നൊന്ന് ജോലി ചെയ്യാൻ പറ്റി കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഉച്ചയിൽ നിന്ന് തന്നെ ഒത്തിരി കഴിഞ്ഞിട്ട് ഞാൻ 2 മണി 3 മണിക്ക് ആയപ്പോഴത്തേക്കാണ് ചോറൊക്കെ ഉണ്ടത്. അപ്പം എൻ്റെ ചോറ് തുറന്ന് ഇനി അതൊക്കെ കഴിക്കാനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പാണ്. പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമില്ലേ, ആ മണം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്, പൊതിച്ചോറും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് കമൻറ്റൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകും. എനിക്ക് പറ്റൊക്കെ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അല്ലാത്തൊക്കെ ഞാൻ അങ്ങ് വിടുന്നതേ ഉള്ളൂ. അവരുടെ സമാധാനത്തിന് അവർ പറയട്ടെ, ഞാൻ ചുമ്മാ അത് വായിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിയാറായി. നമുക്ക് വീണ്ടും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ.